നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. മാത്സ് ക്ലാസ്സുകൾ വേണമെന്ന നിങ്ങളുടെ അഭിപ്രായം പരിഗണിച്ച് ഇന്നും ഒരു മാത്സ് PQ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം പറഞ്ഞിരിക്കുന്നത്. സമചതുരാകൃതിയായിട്ടുള്ള ഒരു തുണി സങ്കല്പിക്കുക, അതിൻ്റെ നീളം എത്രയാണ്? 1 മീറ്റർ. സമചതുരം എന്ന് പറയുമ്പോൾ എന്താണ്? 4 സൈഡും ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 തന്നെയാണ്. ഇവിടെയും 1 മീറ്റർ, ഇവിടെയും 1 മീറ്റർ. അപ്പോൾ ഇവിടെ തുണിയുടെ വില പറയുന്ന സമയത്ത് തുണിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് തുണിയുടെ വില വരിക. വലിയ വലിപ്പമുള്ള തുണിയാണെങ്കിൽ അവിടെ വലിയ വിലയായിരിക്കും, ചെറിയ വലിപ്പമുള്ള തുണിക്ക് വില കുറവായിരിക്കും. അപ്പോൾ വലിപ്പം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഏരിയ വിസ്തീർണമാണ് വരുന്നത്. അപ്പോൾ ഈ 1 മീറ്റർ നീളമുള്ള തുണിയുടെ വില എത്രയാണ്? 100 രൂപയാണ്. 1 മീറ്റർ നീളമുള്ള തുണിയുടെ വിസ്തീർണം എത്രയാണ്? സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? വശം A ആണെങ്കിൽ A² ആണ് വിസ്തീർണം. അപ്പോൾ ഇവിടെ വശം 1 ആണ്. 1 സ്ക്വയറാണ് ഇവിടുത്തെ വിസ്തീർണം. 1 സ്ക്വയർ എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില. 1 മീറ്ററാണ് ഈ തുണിയുടെ നീളം എന്ന് പറയുന്നത്. നീളം വീതിയൊക്കെ സെയിം ആണ്. അപ്പോൾ പകുതി നീളവും വീതിയുള്ള എന്ന് പറയുമ്പോൾ അടുത്ത സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 1/2 മീറ്റർ ആയിരിക്കും, അല്ലേ? പകുതി വരുമ്പോൾ 1/2 മീറ്റർ വരും. അപ്പോൾ അടുത്ത സമചതുരാകൃതിയുടെ തുണിയുടെ ഏരിയ എന്താണ്? A² എന്ന് പറയുമ്പോൾ 1/2 സ്ക്വയർ, അതായത് 1/2 × 1/2 എന്ത് വരും? 1 × 1 1, 2 × 2 4, 1/4 മീറ്റർ സ്ക്വയർ ആണ് അടുത്ത തുണിയുടെ ഏരിയ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 മീറ്റർ സ്ക്വയറിൻ്റെ വില 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1/4 മീറ്റർ സ്ക്വയറിൻ്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇത് ഗുണിക്കുക, ഇതുകൊണ്ട് ഹരിക്കുക. 1/4 × 100 ഡിവൈഡഡ് ബൈ 1 എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1/4 × 100 എത്ര വരും? 425. നമ്മുടെ ആൻസർ എത്രയാണ്? 25 രൂപ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ÷ 4 = 3 എന്ന സമവാക്യം ശരിയാക്കുക? ഇവിടെ നമുക്കൊരു സമവാക്യം തന്നിട്ടുണ്ട്. 5 + 3 × 8 - 12 ÷ 4 = 3. ഈ സമവാക്യം ഏത് ചിഹ്നങ്ങൾ തമ്മിൽ മാറ്റിയാലാണ് ശരിയാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കുക, പ്ലസും മൈനസും മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് മാറ്റി എഴുതുക. പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് എഴുതുക. 5 + 3 എന്താവും? 5 - 3 × 8. മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് കൊടുക്കുക. +12 ÷ 4 = 3 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ്. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഡിവിഷൻ ഉണ്ട്. 12 ÷ 4 എത്ര വരും? 3. 5 - 3 × 8 + 3 = 3 ആണോ നോക്കുക. ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ. 3 × 8 എത്ര വരും? 24. 5 - 24 + 3. ഇത് 3 ആണോ? ഇത് ഒരിക്കലും 3 ആവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ശരിയല്ല. ഓപ്ഷൻ ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ മൈനസും ഡിവിഷനും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഈ എങ്ങനെയായി മാറും? മൈനസും ഡിവിഷനും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 + 3 × 8 ÷ 12 - 4 = 3 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബോർഡ് മാസ് ആണ്. വീണ്ടും ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ ഡിവിഷൻ ഉണ്ട്. 8 ÷ 12 എന്ത് വരും? 8/12. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 3. നമുക്ക് എങ്ങനെ എഴുതാം? 5 + 3 × 2/3 - 4 = 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും. ഇതെന്ത് വരും? 3യും 3യും പോകും. ബാക്കി എന്ത് വരും? 5 + 2 - 4 = 3 ആണോ നോക്കുക. അടുത്ത ഏതാ? അഡീഷൻ. 5ഉം 2ഉം 7 - 4. അടുത്തത് സബ്ട്രാക്ഷൻ.
7 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? രണ്ട് സംഖ്യകൾ n1 n2 ആണെന്ന് വിചാരിക്കുക. n1 n2 ആണെങ്കിൽ n1 ഇൻറ്റു n2 എന്ന് പറയുന്നത് ലസാഗു ഗുണം ഉസാഗി ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു ഒരു സംഖ്യ 12 ആണ്. അപ്പോൾ n1 12 ആയിട്ട് എടുത്താൽ 12 ഇൻറ്റു n2 എന്ന് പറയുന്നത് ലസാഗു എത്രയാണ്? ഇവിടെ ലസാഗു 60ഉം ഉസാഗ 3 ആണ്. അപ്പോൾ 60 ഇൻറ്റു 3. n2 എങ്ങനെ കാണാം? ഈ 12നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. n2 ഈക്വൽ ടു 60 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12. 6 കൊണ്ട് ഹരിച്ചാൽ 2 6 12 10. 2 2 5 2 10 5 3 15. n2 ഏതാണ്? 15. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എത്ര? റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 15ന് പകരം 15 ഈക്വൽ ടു എ, 12 ഈക്വൽ ടു ബി കൊടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ മാറ്റി എഴുതിക്കേ. റൂട്ട് ഓഫ് 15 സ്ക്വയറിന് പകരം എ സ്ക്വയർ പ്ലസ് 12 ബി. അപ്പോൾ 12 സ്ക്വയർ എത്രയാണ്? ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 എ 12 ബി. ഇതെന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇതേത് സർവ്വസമവാക്യമാണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് തന്നെ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നല്ലേ ഇവിടെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബിയുടെ വാല്യൂ എന്താണ്? എ എന്താണ്? റൂട്ട് ഓഫ് 15 മൈനസ് 12 ദ ഹോൾ സ്ക്വയർ. എത്ര വരും? 15 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി ഇത് ഇവിടെ നിന്ന് തന്നെ 3 എടുത്തെഴുതാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 3 സ്ക്വയർ എത്രയാണ്? 9. റൂട്ട് ഓഫ് 9 എത്രയാണ്? 3. 3 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ലിറ്റർ ആയാൽ പാലിൻ്റെ അളവ് എത്ര? ഒരു മിശ്രിതത്തിൽ പാലും വെള്ളവും ഉണ്ട്. അപ്പോൾ വെള്ളം, പാൽ, 4 ഭാഗമാണ് വെള്ളം. 4 ഭാഗം വെള്ളവും 5 ഭാഗവും പാലാണ്. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അളവ് തന്നിട്ടുണ്ട്. 80 മില്ലി ലിറ്റർ ആണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 4 ഭാഗം എന്ന് പറയുന്നതാണ് 80 മില്ലി ലിറ്റർ. 4 ഭാഗം 80 ആയാൽ 5 ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്രോസ് ചെയ്യാം. 80ഉം 5ഉം ഗുണിക്കുക, 4 കൊണ്ട് ഹരിക്കുക. 80 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4. 1 4 4 2 4 8 0. 2 5 10 100. എത്രയാണ്? ഓപ്ഷൻ എ 100 മില്ലി ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2ൽ നിന്നും 20 കുറച്ചാൽ എത്ര? അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റ് എന്താ ഉള്ളത്? 32 ഇൻറ്റു 10. ഇതൊരു ബ്രാക്കറ്റിനകത്ത് ഡിവൈഡഡ് ബൈ 10 മൈനസ് 2. അപ്പോൾ നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യം ഇന്നർ ബ്രാക്കറ്റ് നമുക്ക് സോൾവ് ചെയ്യാം. 32 ഇൻറ്റു 10 എത്രയാണ്? 320. 10 മൈനസ് 2 8. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 320 ഡിവൈഡഡ് ബൈ 8. ഇനി ഡിവിഷൻ മാത്രമേ ഉള്ളൂ. 320 ബൈ 8 എത്രയാണ് വരുന്നത്? 4 8 32 0 40. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ആൻസർ 40 കിട്ടി. ഇനി എന്താണ്? ഇതിൽ നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? അപ്പോൾ 40 മൈനസ് 20 എത്രയാണ് വരുന്നത്? 20. ഓപ്ഷൻ സി 20 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ബൈ 2.8 എത്ര? 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.8. നമുക്ക് 6.4ന് എ എന്നും 3.6ന് ബി എന്നും എഴുതി കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? എ സ്ക്വയർ
മൈനസ് ബി സ്ക്വയർ ബൈ 2.8. ഇനി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2.8. എ പ്ലസ് ബി എത്രയാണ്? 6.4 പ്ലസ് ഇവിടെ എഴുതാം 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 ഡിവൈഡഡ് ബൈ 2.8. എന്ത് വരും? 6.4 പ്ലസ് 3.6 എത്ര വരും? 10. അതുപോലെ 6.4 മൈനസ് 3.6 എത്ര വരും? 8. 2.8. അപ്പോൾ ഇത് 10 ഇൻറ്റു 2.8 ഡിവൈഡഡ് ബൈ 2.8. ഇതും ക്യാൻസലായി. ഇനി എത്രയാണ് ആൻസർ വരുന്നത്? 10. ഓപ്ഷൻ ബി 10 ആണ് നമ്മുടെ ആൻസർ. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 16.3 സെൻറ്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണമുണ്ട്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണമാണ്. ഈ വശവും ഈ വശവും ഈ വശവും തുല്യമാണ്. അത്തരം ത്രികോണങ്ങളാണ് സമഭുജ ത്രികോണങ്ങൾ. അപ്പോൾ ഒരു വശം 16.3 സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വശം 16.3, മൂന്നാമത്തെ വശം 16.3. ഇതാണ് സമഭുജ ത്രികോണം. ഇനി ചോദിച്ചിരിക്കുന്നത് ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ചുറ്റളവ് എങ്ങനെയാണ് കാണുക? ചുറ്റിനുള്ള അളവാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഈ ഒരു വശവും മൂന്നാമത്തെ വശവും തമ്മിൽ കൂട്ടിക്കിട്ടുന്ന അളവാണ് ചുറ്റളവ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരേ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 16.3 ഇൻറ്റു 3 എത്രയാണ് വരുന്നത്? 3 9, 6 3 18, ശിഷ്ടം 1, 1 3 3 1 4, പിന്നെ ഒരു ദശാംശ സ്ഥാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ 48.9 ആണ് ഈ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരമുണ്ട്. സമചതുരം എന്താണ്? 4 വശവും തുല്യമായ ചതുരമാണ് സമചതുരം, അല്ലേ? 4 വശവും തുല്യമാണ്. ഈ വശം 12.1 ആയാൽ ഈ വശവും 12.1 ആണ്, ഈ വശം 12.1 ആണ്, ഇവിടെയും 12.1 ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റിനുള്ള അളവ് 4 പ്രാവശ്യം 12.1 കൂട്ടുക. അപ്പോൾ 4 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 12.1 ഇൻറ്റു 4. 1 4 4, 2 4 8, 1 4 4, ഒരു ദശാംശ സ്ഥാനമുണ്ട്, അത് ഇവിടെ ചുറ്റും. അപ്പോൾ 48.4 ആണ് ഈ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ രണ്ട് ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ കേസിൽ 48.9, രണ്ടാമത്തെ കേസിൽ 48.4. എത്രയാണ് വ്യത്യാസം? 48.9 മൈനസ് 48.4. 9 4 കുറച്ചാൽ 5, ഇതിട്ടു 0. അപ്പോൾ 0.5 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 0.5. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575, അതായത് 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര 10 രൂപ നോട്ടുകളുണ്ട്? 60 10 രൂപ നോട്ടുകളുണ്ട്. നമ്പർ ക്രമമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ എത്രയാണ്? 7575. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ ഇതാണ്. ഇനി എൻ്റെ കയ്യിൽ എത്ര നോട്ട് ബാക്കിയുണ്ട്? 59 ബാക്കിയുണ്ട്. അപ്പോൾ അവസാന നോട്ടിൻ്റെ നമ്പർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇതിൻ്റെ കൂടെ 59 കൂട്ടുക. 9 5 14, ശിഷ്ടം 1, 7 1 8, 8 5 13, ശിഷ്ടം 1 6 7. 7634. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 60 10 രൂപ നോട്ടുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നു 7575 നമ്പർ. ബാക്കി എത്രയുണ്ട്? 59 നോട്ടുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 59 കൂട്ടിയാലാണ് നമുക്ക് അവസാനത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടുക. ഓക്കെ. വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29 ഡാഷ് 55. 1 5 11 19 29 ഡാഷ് 55. ഇവിടെയുള്ള ഈ ഡാഷിലുള്ള സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്.
ഇതെങ്ങനെയാണ് ഇത് പോകുന്നത് ഈ സീരീസ്? 1 5 ആവാൻ 4 കൂടി, 5 11 ആവാൻ 6 കൂടി, 11 19 ആവാൻ 8 കൂടി, 19 29 ആവാൻ 10 കൂടി. ഇനി എത്ര കൂടണം? ഇവിടുന്ന് എത്ര കൂടണം? ഇവിടെ എത്രയാണ് കൂടി വരുന്നത്? 4 6 ആവാൻ 2 കൂടുന്നത്. 6ൻ്റെ കൂടെ 2 കൂട്ടി 8, 8ൻ്റെ കൂടെ 2 കൂട്ടി 10. അപ്പോൾ 10ൻ്റെ കൂടെ ഇനി 2 കൂട്ടുക, എത്ര വരും? 12. ആ 12 29ൻ്റെ കൂടെ കൂട്ടുക. 29 പ്ലസ് 12, 9 2 11, 2 2 4. അപ്പോൾ ഇവിടെ എത്ര വരും? 41. ഇനി 12ൻ്റെ കൂടെ 2 കൂട്ടുക, എത്രയാ? 14. 41ൻ്റെ കൂടെ 14 കൂട്ടുമ്പോഴാണോ കിട്ടുന്നത്? 55. 4 1 5, 4 1 5 കറക്റ്റാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? വിട്ടുപോയ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ ഡി 41. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.